ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിലാണ്, അതേപോലെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നതും. നമുക്കിപ്പോൾ നോമ്പും അതേപോലെ അല്ലാത്ത സമയത്തും ചായക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ് ഈ ചിക്കൻ റോള്. ഒരു മസാല ഉണ്ടാക്കേണ്ട ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് 3 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർക്കുക. അപ്പം ഞാൻ ഈ മസാലക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി ഇവിടെ വാടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗരം മസാലയുടെ അളവ് കൂട്ടണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അതേപോലെ എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് 1 ടീസ്പൂണോളം സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ആണെങ്കിൽ 1-1.5 ചേർത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ഞാനിവിടെ ഒരു 4-5 വലിയ പീസ് ചിക്കന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ഒന്ന് നുള്ളി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഗരം മസാലയൊക്കെ ഇട്ട് നന്നായി പെരക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണിത്. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടികളെല്ലാം ഈ ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കുക. നമുക്ക് ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.25 കപ്പോളം മൈദ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ്, ഒരു കോഴിമുട്ട. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഈ ഒരു തിക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പാൻ വെച്ച് ഈ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാൻ ആയതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ള ദോശയാണ് എടുക്കുന്നത്. അതേപോലെ അതിന് ഷേപ്പൊന്നും കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനത് വേറെ രീതിയിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറിയ ദോശയൊക്കെ ചുട്ടെടുത്ത് അതിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇത് മറിച്ചിട്ടിട്ടൊന്നുമില്ല, ഒരു ഭാഗം മാത്രം ആയതിനു ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ദോശ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ കുട്ടി ദോശ ചുട്ടെടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒരു മടക്കിയതിന് ശേഷം 2 സൈഡൊന്നും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒട്ടിക്കെടുക്കും. നമ്മളൊരു ഭാഗം മാത്രം വേവിച്ചിട്ടുള്ളൂ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒട്ടിക്കെടുക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും എല്ലാം തന്നെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ശരിക്കും കവർ ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ഓയിൽ ഉള്ളിൽ കയറും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദോശ എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡിലാണ്. ഇപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ 4 ഭാഗവും നമ്മൾ ഈ മൈദയുടെ പശ വെച്ച് കൊടുക്കുക. മൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു
കൂട്ടാണിത്. അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അതേപോലെ ഇതിൻ്റെ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ അമർത്തിയിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലാണ് ഈ ബ്രെഡ് ശരിക്കും റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ മസാല വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മുട്ടയുടെ കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ മുട്ടയുടെ കൂട്ടിലോട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയിലോട്ട് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയുടെ ചിക്കൻ റോളും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതുപോലെ ബ്രെഡിൻ്റെയും അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡും എല്ലാം തന്നെ അതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ബ്രെഡിൻ്റെതാണ്. അപ്പോൾ ബ്രെഡ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ രണ്ട് ചിക്കൻ റോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡിൻ്റെ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദോശയൊന്നും ചൂടേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ടേസ്റ്റ് എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ദോശ വെച്ചിട്ടുള്ള ചിക്കൻ റോൾ തന്നെയാണ്. ബ്രെഡിനേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റ് അതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മളെ ദോശ കൊണ്ട് ചെയ്തിട്ടുള്ള ചിക്കൻ റോളാണ് വെച്ച് കൊടുക്കുന്നത്. ആ സെയിം ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ കളർ എണ്ണക്ക്. അപ്പോൾ ഇതാ ദോശ കൊണ്ടുള്ള ചിക്കൻ റോളും ഇവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശ കൊണ്ടുള്ള ചിക്കൻ റോള്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ആയിട്ട് കുറച്ച് ഈസി സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ കുറച്ച് റെസിപ്പീസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള ഈസി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.